Biographia Literaria by Samuel Taylor Coleridge, chapter number 14, major points. അപ്പോൾ മെയിനായിട്ടും 10 പാരഗ്രാഫ്സിൽ ഇതിനെ ഈ എസ്സേയെ ഡിവൈഡ് ചെയ്ത് ഈ പാർട്ടിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കഷൻ വിൽ ബി റിയലി ഗുഡ്. അപ്പോൾ ഇതിലൊന്നെന്ന് പറഞ്ഞാൽ ഹി റൈറ്റ്സ് ഇറ്റ് ഇൻ ദ ഒക്കേഷൻ ഓഫ് ദി ലിറിക്കൽ ബാലറ്റ്സ് ആൻഡ് ദ ഒബ്ജെക്ട്സ് originally proposed prefers to the second edition, the ensuing controversy, its causes and acrimony, philosophic definition of a poem and poetry with the scholia. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു തരത്തിൽ ഈ ലിറിക്കൽ ബാലഡിൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്രിഫസിൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് അത് മുന്നോട്ട് വയ്ക്കുന്ന ചില കോൺട്രവേഴ്സീസ്. അതായത് കൊളാബറേറ്റഡ് വർക്കാണെന്നറിയാം, അവിടെ എനിക്ക് ഒത്തുപോകാൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആർഗ്യുമെൻറ്റ്സ് അതൊരു കോമൺ പ്രിഫസിൽ അല്ലെങ്കിൽ ലിറിക്കൽ ബാലഡിൻ്റെ കമ്പോസേഴ്സിൻ്റെ ഒരു കോമൺ ഒപ്പീനിയനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് ആര് തന്നെയാണ്. എനിക്കതിൽ ഞാൻ അംഗീകരിക്കാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യേണ്ടത് ഈ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോളറിഡ്ജ് ആക്ച്വലി ഹി ഗോസ് ഫോർ ദിസ് ചാപ്റ്റർ of this kind of a writing. അതിൽ paragraph number 1, see they were neighbors, Coleridge and Wordsworth were neighbors. so അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അത് വളരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഓട്ടോബയോഗ്രഫിക്കൽ സ്കെച്ചൊക്കെ ഉള്ള ഒരു ബുക്കാണ് ആക്ച്വലി ബയോഗ്രഫിയ ലിറ്റററി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാഷ്വാലിറ്റി നമുക്ക് ഈ നറേഷനിലൊക്കെ കാണാൻ പറ്റും. വി ആർ ലിവിങ് ദർ ആസ് നെയ്ബേഴ്സ് എന്നുള്ള പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. 2 കാർഡിനൽ പോയിൻറ്റ്സ് ഓഫ് പോയിട്രി, അതിൽ 2 കാർഡിനൽ പോയിൻറ്റ്സ് ആണ് ഇവർ പോയിട്രിയെ പറ്റി വെക്കുന്നത്. അതിൽ the power of exciting the sympathy of the reader by a faithful adherence to the truth of nature. The second one is the power of giving the interest of novelty by the modifying colors of imagination. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതായത് വേർഡ്സ്വർത്ത് ഏത് തരം പോയം എഴുതണം, കോൾറിഡ്ജ് ഏത് തരം പോയം എഴുതണം എന്നുള്ള 2 തരത്തിലുള്ള അല്ലെങ്കിൽ ആ കാർഡിനൽ പോയിൻറ്റ്സ് ഈ രീതിയിൽ, അതായത് പോയട്രിക്ക് ഈ രീതിയിലൊക്കെ ആണ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നിക്കൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദ പവർ ഓഫ് എക്സൈറ്റിംഗ് ദ സിമ്പതി ഓഫ് ദ റീഡർ. അതെങ്ങനെയാണ് ചെയ്യുക? അഡറൻസ് ടു ദ ട്രൂത്ത് ഓഫ് നേച്ചറിൻ്റെ ട്രൂത്തിനോട് അങ്ങേയറ്റം ഒത്തുചേർന്ന് നിന്നുകൊണ്ടുള്ള കവിതകളിലൂടെ റീഡേഴ്സിൻ്റെ സിമ്പതി കൊണ്ടുവരിക. The second one is the power of giving the interest of novelty by the modifying colors of imagination. പിന്നത്തത് എന്താണ്, ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? പുതുമ കൊണ്ടുവന്നിട്ടായിരിക്കണം. അത് കളേഴ്സ് ഓഫ് ഇമാജിനേഷനാണ്. അത് പറയുമ്പോൾ നേച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇമാജിനേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പുതുമ കൊണ്ടുവരിക. അപ്പോൾ ഈ 2 രീതിയിൽ പോയട്രിയെ നമുക്ക് ഇവർ 2 പേരും കൂടി സമ്മതിക്കുന്ന കാര്യമാണത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു സജഷൻ വരികയാണ്. അതായത് അതിനുശേഷം ഇവർ തമ്മിലൊരു എസ്ട്രേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം വേർഡ്സ്വർത്തിൻ്റെ പ്രിഫസ് റിലേറ്റഡ് അല്ലെങ്കിൽ ലിറിക്കൽ ബാലഡ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് കോൾറിഡ്ജ് പിന്നീട് ആദ്യത്തെ എഡിഷനിൽ നിന്ന് പിന്നീട് ഒരു ഗെറ്റ്സ് റിലിഗേറ്റഡ് ടു ദ ലാസ്റ്റ് പൊസിഷൻ പോയംസൊക്കെ പിന്നീട് അതുപോലെ കോൾറിഡ്ജിൻ്റെ പേര് എടുത്ത് കളയുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ ദാറ്റ് റിഗാർഡ് ആക്ച്വലി ഇവിടെ ഈ 2 പേരും അന്ന് തുടങ്ങുമ്പോൾ, അതായത് ലിറിക്കൽ ബാലറ്റ്സ് എഴുതാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നത് കൊളാബറേറ്റ് വർക്കിനൊക്കെ 2 പേരും ദേ വെയർ ഇൻ എ വേ റെഡി ടു വർക്ക് ഇൻ യൂണിസൺ. അതുവരെയും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ലേറ്ററാണ് ഈ പറയുന്ന പോയട്രിയുടെ പൊസിഷൻ ലാസ്റ്റിലേക്ക് പോകുന്നതും ഒരാളുടെ പേര് റേസ്ഡ് ആവുന്നതൊക്കെ. ഒരു ആന്തോളജി അല്ലെങ്കിൽ കമ്പൈൻഡ് വർക്കിൽ അത് ചെയ്യാൻ പാടില്ല, എത്തിക്കലി അത് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ തമ്മിലുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നത്. അതായത് വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് ദേ ബിക്കം എസ്ട്രേഞ്ച്ഡ്. അപ്പോൾ അതിൽ ഇവർ ആ പ്ലാൻ എന്തായിരുന്നു എന്നുള്ളത് വീണ്ടും കോൾറിഡ്ജും എടുത്ത് പറയുകയാണ്. സീരീസ് ഓഫ് പോംസ് മൈറ്റ് ബി കമ്പോസ്ഡ് ഓഫ് 2 sorts. 2 തരത്തിലുള്ള പോയട്രിയാണ് ലിറിക്കൽ ബാലഡ്. അതായത് ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത് തന്നെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒരു എപ്പിറ്റോമായിട്ട് നിലനിൽക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇവർ പുതിയ ഒരു എക്സിസ്റ്റിംഗ് ട്രഡീഷൻസിനെയൊക്കെ ചാലഞ്ച് ചെയ്തുകൊണ്ട് എഴുതാൻ പോവുകയാണ്. ഇൻ ദാറ്റ് സെൻസ് ഒരു വലിയ ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേരും 2 രീതിയിൽ ഉള്ള പോയംസ് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്.
അവിടെ വൺ പാർട്ട് ഇറ്റ് ഇസ് ഇൻസിഡൻസ് ആൻഡ് ഏജൻസ് വേർ ടു ബി, അതായത് ഒരു കോളേജ് എഴുതാൻ പോകുന്നത് എന്താണ് കൃത്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ അല്ലെങ്കിൽ വൺ പാർട്ടിൽ എന്താണ് ഇൻസിഡൻസ് ആൻഡ് ഏജൻസ് വേർ ടു ബി ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് സൂപ്പർ നാച്ചുറൽ to consist in the interesting of the affections by the dramatic truth of such emotions as would accompany such situations, supposing them real. എന്താണ് പറയുന്നത്? അതായത് സൂപ്പർ നാച്ചുറലിനെ നാച്ചുറലായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഇതിന് ഐഡിയ കിട്ടാൻ ഏറ്റവും നല്ലത് വേർഡ്സ്വർത്തിൻ്റെയും കോളറിൻ്റെയും നമുക്ക് ഏറ്റവും പരിചയമുള്ള ഓരോ പോയം വെച്ച് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് കോൾറിഡ്ജിൻ്റെ കുബ്ല ഖാൻ എടുക്കുക. എങ്ങനെയാണ് സൂപ്പർ നാച്ചുറലിനെ നാച്ചുറലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് ഓർമ്മിച്ച് നോക്കുക. ഇപ്പം ഐസി കേവ്, സണ്ണ്, അതൊക്കെ പറയുന്നിടത്ത് സൂപ്പർ നാച്ചുറലായിട്ട് തോന്നുന്നതിന് വളരെ കാഷ്വലായിട്ട് ഏർത്തിലി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുവാണ്. അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ആണെന്ന് നമുക്ക് തോന്നൂല. ഈ രീതിയിൽ എവറി ഹ്യൂമൻ ബീയിങ് ഫ്രം വാട്ട് എവർ സോഴ്സ് ഓഫ് ഡെല്യൂഷൻ ഹാസ് അറ്റ് എനി ടൈം ബിലീവ്ഡ് ഹിംസെൽഫ് അണ്ടർ സൂപ്പർ നാച്ചുറൽ ഏജൻസി. അതായത് ഏത് ഹ്യൂമൻ ബീയിങ്ങിനും സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ബിലീവ് ചെയ്യാനുള്ള ഒരു തരം താല്പര്യമുണ്ട് എന്നുള്ള അസംഷനിൽ നിന്നാണ് ആക്ച്വലി ഇവർ ഈ ഐഡിയ കൊണ്ടുവരുന്നത്. അതായത് സൂപ്പർ നാച്ചുറലിനെ കൊണ്ടുവന്നാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് പറയുമ്പോൾ അന്നും ഇന്നും എന്തുകൊണ്ടാണ് ഗോസ്റ്റ് മൂവീസൊക്കെ ആൾക്കാർക്ക് ഇത്രയും ഫാസിനേഷൻ എന്ന് പറഞ്ഞാൽ വെദർ ദേ ബിലീവ് ഇൻ ഗോസ്റ്റ്സ് ഓർ ആഫ്റ്റർ ലൈഫ് ഓർ നോട്ട്, അതൊന്നുമല്ല. ഇതിങ്ങനെ വിഷ്വലി ഓർ ഇൻ ലിറ്റററി പീസസ് വെൻ യു സീ യു ആർ അട്രാക്റ്റഡ്. അതിനെ ഇവർ മാക്സിമം ആ ഒരു കാര്യത്തിനെ ഇവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പോയംസും ഇതിൽ കംപ്രൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കമ്പോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ എന്താ, സബ്ജക്ട്സ് വേർ ടു ബി ചോസൺ ഫ്രം, അതായത് വേർഡ്സ്വർത്തിൻ്റെ ടാസ്ക് എങ്ങനെയാണ്, സബ്ജക്ട്സ് വേർ ടു ബി ചോസൺ ഫ്രം ഓർഡിനറി ലൈഫ്, ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് വേർ ടു ബി such as will be found in every village and its vicinity, where there is a meditative and feeling mind to seek after them or to notice them where they present themselves. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ഏറ്റവും ഇതിനൊരു മനസ്സിലാക്കാനുള്ള എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുക സോളിറ്ററി റീപ്പറിനെ തന്നെയാണ്. അതായത് വളരെ ഓർഡിനറി ആയിട്ടുള്ള ഇവൻസിനെ സൂപ്പർ നാച്ചുറലായിട്ട് പ്രസൻറ്റ് ചെയ്യുക. കോളറിഡ്ജ് ചെയ്തത് സൂപ്പർ നാച്ചുറൽ എന്ന് തോന്നിക്കുന്ന രീതിയിൽ, അതായത് ഐസി കേവ്സ് ഒക്കെയാണ്. അതൊക്കെ എങ്ങനെയാണ് ഇത്രയും കാഷ്വലായിട്ടുള്ള വളരെ സിമ്പിൾ എർത്തിലി നറേഷൻ്റെ കൂടെ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ കുറച്ചും കൂടി ഒരു സംതിങ് ഇറ്റ്സ് ബിയോണ്ട് നമുക്കൊരു പെട്ടെന്നുള്ളൊരു സെൻസിൽ നമുക്ക് മനസ്സിലാക്കുക. അതേപോലെ ഇവിടെ വേർഡ്സ്വർത്ത് ചെയ്യുന്നത് എന്താണ്, വളരെ നാച്ചുറലായിട്ടുള്ളതിനെ സൂപ്പർ നാച്ചുറലായിട്ട്, അതായത് ഒരു സോളിറ്ററി റീപ്പർ മറ്റ് ആരും ചിലപ്പം ശ്രദ്ധിക്കാത്ത ഒരാളിൽ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ക്വാളിറ്റീസൊക്കെ കാണാം. ഹീ ട്രൈസ് ടു സീ സം പ്രൊഫൗണ്ട് ക്വാളിറ്റീസ്. അതായത് ഒരു വഴിപോക്കനാണ്, ഹീസ് ഓൺ ദ വേ ടു ഹേഴ്സ്. അപ്പോൾ അവിടെ കാണുന്ന ഈ റീപ്പർ, അവളുടെ സോങ് സാധാരണ ഒരു എന്താണ് റീപ്പർ പാടുന്ന ഒരു സോളിറ്ററി റീപ്പർ അല്ലെങ്കിൽ എന്തായാലും ഒരു പെൺകുട്ടി ഒറ്റക്ക് നിന്ന് പാടുന്ന ഒരു പാട്ട്, അത് ചിലപ്പം ഓക്കെ ഇഫ് ഇറ്റ് ഇസ് സ്വീറ്റ് ഇറ്റ്സ് എ പേഴ്സൺ മൈറ്റ് ഹാവ് ഹേർഡ് ലിസൺഡ്, അത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറം അതിലുള്ള അർത്ഥങ്ങളൊക്കെ തേടിപ്പോകുന്ന ഒരു നറേറ്ററിനെയാണ്, സ്പീക്കറിനെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു മെഡിറ്റേറ്റീവ് ഫീലിംഗ് ഇതൊക്കെ കൊണ്ടുവരുന്നതിലൂടെ വളരെ നാച്ചുറൽ ആൻഡ് ഓർഡിനറി ദാറ്റ് ഈസ് സീൻ ടു ബി ദാറ്റ് ഈസ് ഫെൽറ്റ് ടു ബി സംവാട്ട് സൂപ്പർ നാച്ചുറൽ. അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാന്. ദെയർ പ്ലാൻ ഈസ് ടു ഗോ ഓർ കമ്പോസ് പോയംസ് ഓഫ് ദിസ് കൈൻഡ്. അപ്പം ഇതാണ് കംപ്ലീറ്റ് പ്ലാൻ എന്ന് പറഞ്ഞത്. അപ്പം പാരഗ്രാഫ് 2 കോളറിഡ്ജ് പറയുന്നത് ദ എൻഡിവേഴ്സ് about the endeavors should be directed to persons and characters supernatural or at least romantic, yet so as to transfer one inward nature, a human interest and a semblance of truth sufficient to procure for these shadows of imagination that willing suspension of disbelief for the moment which constitutes a poetic truth. അപ്പം വില്ലിങ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് നമുക്ക് ഇതും കോളറിഡ്ജ് തന്നെ തരുന്ന ഒരു ഐഡിയ ആണ്. അതായത് നമ്മളെന്താണ് വിത്തൗട്ട് ഹാവിങ് എൻ ഇറിറ്റേഷൻ ഫോർ റീച്ചിങ് ഔട്ട് ട്രൂത്ത്. അതാണ് ഒരു വളരെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും
ഇതൊന്നും ശരിയാവില്ല എന്ന് നമ്മളിങ്ങനെ അത് കാണുന്നതും വായിക്കുന്നതും സമയം മുഴുവൻ ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾക്കൊരിക്കലും ആ ലിറ്റററി വർക്കിന് എന്ത് ചെയ്യാൻ പറ്റൂല, വി വിൽ നെവർ ബി ഏബിൾ ടു എൻജോയ് ദാറ്റ്. അതുകൊണ്ടാണ് ഒരു വിതൗട്ട് ഹാവിങ് എൻ ഇറിറ്റബിൾ റീച്ചിങ് ആഫ്റ്റർ സം റാഷണാലിറ്റി ഫാക്ട്സ് എന്ന് പറയുന്നത്, അതിന് തൽക്കാലം നമ്മൾ അതിനെ വില്ലിങ്ലി സസ്പെൻഡ് ചെയ്യണം, നമ്മളുടെ റാഷണാലിറ്റിയും തിങ്കിങ്ങിനെയൊക്കെ. അപ്പം ആ രീതിയിൽ കവിതകൾ എഴുതുക എന്നുള്ളതാണ് ഇവർ. അപ്പോൾ അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുക എന്നല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, വേർഡ്സ്വർത്ത് വിൽ ബി ഡീലിംഗ് വിത്ത് ഓർഡിനറി ഫെമിലിയർ ആൻഡ് പ്രസൻറ്റിംഗ് ദം ടു ബി അൺഫെമിലിയർ. കോളറിഡ്ജ് ഡീൽസ് വിത്ത് സൂപ്പർ ആർ അൺഫെമിലിയർ ആൻഡ് പ്രസൻറ്റിംഗ് ദം ടു ബി ഫെമിലിയർ. അപ്പോൾ ഈ രീതിയിലാണ് ഇവരുടെ വേ ഓഫ് റൈറ്റിംഗ് പോകാൻ പോകുന്നത്. അപ്പോൾ വേർഡ്സ്വർത്ത് എന്താ പറയുന്നത്, വാസ് ടു ഗിവ് ദി ചാം ഓഫ് നോവൽറ്റി ടു തിങ്സ് ഓഫ് എവറി ഡേ. അപ്പോൾ ഇവരുടെ പ്ലാൻ പ്രകാരം ഇതാണ്. And to excite a feeling analogous to the supernatural by directing mind's attention to the loveliness and wonders of the world before us. An inexhaustible treasure, but for which, in consequence of the film of familiarity and selfish solicitude, we have eyes yet see not, ears that hears not, and hearts that neither feel nor understand. അപ്പം ഇതാണ് ഈ ഒരു കാര്യം. അതായത് മനുഷ്യന്മാർ സാധാരണ എല്ലാവരും ഇപ്പോൾ വേർഡ്സ്വർത്ത് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എങ്ങനെയാണ് അതിന് ലോജിക്കലി ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കാണുന്ന ഹാബിച്വലി കാണുന്ന കാര്യങ്ങളായിരിക്കും, ഓക്കെ. പക്ഷേ നമ്മളത് കാണാൻ മറന്നു പോയിട്ടുണ്ട്, കേൾക്കാൻ മറന്നു പോയിട്ടുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാൻ മറന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ആ രീതി. അപ്പം അതുകൊണ്ട് തന്നെ അത് നറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സൂപ്പർ നാച്ചുറൽ ടോൺ കൂടി കൊടുക്കുമ്പോഴെന്തായി മാറും, ഏറ്റവും ഫെമിലിയർ ആയത് വളരെ പ്രൊഫൗണ്ടായിട്ട് നമ്മൾക്ക് തോന്നാൻ പറ്റും. അതുകൊണ്ട് ഇതൊന്നും മടുപ്പുളവാക്കാത്ത പോയംസ് ആയിട്ട് നിലനിൽക്കുമെന്ന് തന്നെയാണ് കോൾറിഡ്ജ് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളിലൊന്നും അഭിപ്രായ ഭിന്നതകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് പാരഗ്രാഫ് 2 വരെയുള്ള കാര്യങ്ങൾ. ബയോഗ്രഫിയ ലിറ്റററിയ ചാപ്റ്റർ നമ്പർ 14 അപ് ടു പാരഗ്രാഫ് 2 ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. Biographia Literaria, chapter number 14, paragraph number 3 onwards. Description and explanation from paragraph number 3 onwards. പറയുന്നത്, മിസ്റ്റർ വേർഡ്സ്വർത്ത് industry had proved so much more successful, a number of his poems so much greater. അതൊക്കെ കോൾറിഡ്ജ് അംഗീകരിക്കുന്നുണ്ട്. എന്നേക്കാൾ ഒരുപാട് പോയംസ് എഴുതിയത് വേർഡ്സ്വർത്ത് തന്നെയാണ്. അപ്പോൾ ഒരുപാട്, ഞാൻ എത്രയും കുറച്ചെണ്ണം എഴുതുമ്പോൾ ഒരുപാടധികം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുണ്ട്. സോ കോൾറിഡ്ജ് ഇൻസ്റ്റെഡ് ഓഫ് ബാലൻസ് എപ്പിയർഡ് ആൻ ഇൻറ്റർപൊലേഷൻ ഓഫ് ഹെറ്ററോജീനിയസ് മാറ്റർ. അവിടെ കോൾറിഡ്ജ് എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് എ ബാലൻസ്, ഇറ്റ്സ് എപ്പിയർ ടു ഇൻറ്റർപൊലേഷൻ ഓഫ് ഹെറ്ററോജീനിയസ് മാറ്റർ. ഒരുപാട് തരത്തിലുള്ള, അതായത് പ്രിഫസ് ടു സെക്കൻഡ് എഡിഷനിൽ വേർഡ്സ്വർത്ത് ആഡഡ് എ പ്രിഫസ് ഓഫ് കൺസിഡറബിൾ ലെങ്ത്. ഇനിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇൻ വിച്ച് നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, പ്രിഫസിൽ എന്താണ് വെച്ചാൽ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് സം പാസേജസ് ഓഫ് apparently a contrary import, he was understood to contend for the extension of this style of poetry of all kinds, and to reject as vicious and indefensible all phrases and forms of style that were not included in what he called the language of real life. അപ്പം അതുകൊണ്ടാണ്, അതായത് ഹെറ്ററോജീനിയസ് മാറ്റർ അത് ഇതിൽ വന്നിട്ടുണ്ട്. വേർഡ്സ്വർത്ത് ഉദ്ദേശിക്കുന്ന തരം പോയട്രി അതിന് മാത്രമുള്ളൊരു എക്സ്പ്ലനേഷനായിട്ട് പ്രിഫസിലുള്ള പോയട്രി എന്ന് പറയുന്ന ഈ പറയുന്ന ലിറിക്കൽ ബാലഡ്സിൽ വരുന്ന പോയംസ് ഒക്കെയും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിലൂടെ ഞങ്ങൾ പോയട്രിയെ ഇനി മുതൽ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള ഒരു സെൻസ് അതിലേക്ക് പോയോ എന്നാണ് കോൾറിഡ്ജിന് തോന്നുന്നത്. കാരണം ഒരുപാട് തരത്തിലുള്ള പോയംസ്, അതായത് ഇപ്പം ഇവർ 2 തരത്തിലുള്ള രീതി പറയുമ്പോഴും ഒരുപാട് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ക്വാളിറ്റീസ് അതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും പക്ഷേ ഈ വേർഡ്സ്വർത്തിൻ്റെ ഈ ഒരു യുനാനിമസ് ആർഗ്യുമെൻറ്റിൽ റിജക്റ്റഡ് ആവുന്നത് പലതരത്തിലുള്ള വോയിസ്. അപ്പോൾ അവിടെ എന്തുണ്ട്, വേർഡ്സ്വർത്തിൻ്റെ കൂടെ തന്നെ എഴുതിയ കോൾറിഡ്ജിൻ്റെ പല ആശയങ്ങളും
അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെ അതിനെ ഒരു തരത്തിൽ അത് ബുക്കിൻ്റെ ഉള്ളിലുണ്ട് താനും, പക്ഷേ കോളറിഡ്ജ് ഉദ്ദേശിക്കുന്ന ഒരു പോയിൻറ്സും പലപ്പോഴും അല്ലെങ്കിൽ വേർഡ്സ്വർത്ത് പറയുന്ന പല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കോളറിഡ്ജിൻ്റെ ആശയങ്ങളുമായിട്ടോ അല്ലെങ്കിൽ കോമ്പോസിഷൻ മോഡുമായിട്ടോ ഒത്തുപോകാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്. സോ ദാറ്റ് ഹി ഈസ് സപ്പോസ്ഡ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. From this preface prefixed to poems in which it was impossible to deny the presence of original genius, however mistaken its direction might be deemed, arose the whole long continued controversy. അതിൽ ജീനിയസിൻ്റെ പ്രസൻസ് ഒന്നും ഡിനൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേങ്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് പ്രിഫസാണ്. അതിൽ പിന്നെ വേർഡ്സ്വർത്ത് പറയുന്ന ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പ്രിഫസ് ടു ലിറിക്കൽ ബാലറ്റ്സിൽ കാണുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞാൻ ഈ പറയുന്ന പോയംസിലൂടെ പുതിയൊരു തരം പോയട്രിയുടെ ഡെഫിനിഷൻസ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം അംഗീകരിക്കാൻ പറ്റുന്നതാണെന്ന് വേർഡ്സ്വർത്ത് എവിടെയും സമ്മതിച്ചിട്ടില്ല. ബട്ട് വൺസ് ഹി സ്റ്റേസ് ആസ് ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദാറ്റ് വർക്ക്, ഇറ്റ് ബിക്കംസ് അത് ഒരു നോയിങ്ലി ഓർ അൺനോയിങ്ലി അത് അവരുടെയും കൂടി ആർഗ്യുമെൻ്റ് ആയിട്ട് വന്നു പോകാമെന്നാണ്. സോ പാരഗ്രാഫ് നമ്പർ 4 പറയുന്നത്, ഹാഡ് മിസ്റ്റർ വേർഡ്സ്വർത്ത് poems had been silly, the childish things which they were for long time described as being, had they been really distinguished from the compositions of other poets merely by meanness of language and inanity of thought, had they indeed contained nothing more than what is found in the parodies and pretended imitations of them, they might have sunk at once in oblivion. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു ശരിക്കും പറഞ്ഞ പാരഗ്രാഫ് 4ൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ കാണുന്നത് വേർഡ്സ്വർത്തിനെ ശരിക്കും ഡിഫെൻഡ് ചെയ്യുകയാണ് കോളറിഡ്ജ്. അതായത് മറ്റുള്ളവർ ഇതൊക്കെയും വേർഡ്സ്വർത്തിൻ്റെ പോയട്രി അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പുതിയ റൊമാൻറ്റിക് ട്രഡീഷൻ അതിനുമേലുള്ള ചാർജസ് ആണ്. അതായത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള, എന്താണ് നിങ്ങൾ ഇത്രകാലം നമ്മൾ ഇത്രയും പിന്നെ എന്താണ് സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു ലിറ്റററി ട്രഡീഷനെയാണ് നിങ്ങൾ ഇന്നു മുതൽ പറയുന്നത് സോളിറ്ററി റീപ്പറിനെ കുറിച്ച് എഴുതാനും കടലിനെ പറ്റി അല്ലെങ്കിൽ പിന്നെ പറന്നു പോകുന്ന പക്ഷിയെ പറ്റി എഴുതാനും മഴത്തുള്ളിയെ പറ്റി എഴുതാനൊക്കെയാണ്. സോ ഇങ്ങനെ വലിയൊരു പോയറ്റിക് അത്രയും ഒരു ഹൈ ഒരു ജാന ആയി കണ്ടിരുന്ന പോയട്രിയാണ് നിങ്ങൾ അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററൊക്കെ ഇത്രയും സില്ലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതൊക്കെയുള്ള വലിയ വലിയ പരാതികൾ ഈ റൊമാൻറ്റിക് ലിറ്റററി ട്രഡീഷൻ ആസ് എ ഹോൾ അതിന്മേലുണ്ട്. പിന്നെ ഒബ്വിയസ്ലി അതിൻ്റെ മെയിൻ പ്രൊപ്പണൻ്റ് അല്ലെങ്കിൽ സ്പോക്സ് പേഴ്സൺ എന്നുള്ള രീതിയിൽ വേർഡ്സ്വർത്തിൻ്റെ പോയംസിന് എഗെയിൻസ്റ്റും ഈ പറയുന്ന ചാർജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന മീൻനെസ് ഓഫ് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ പറയുന്നത് കണ്ടംപററി ക്രിട്ടിക്സ് പറയുന്ന രീതിയിലായി ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോയംസൊക്കെ ഒബ്ലീവിയൻ, അതായത് ഫോർഗെറ്റ്ഫുൾനെസ്സിലേക്ക് പോയി ആരും വായിക്കാതെ ആയി പോകില്ലേ. അതേസമയം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇയർ ആഫ്റ്റർ ഇയർ യു ക്യാൻ സീ ദ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വേർഡ്സ്വർത്ത് അഡ്മയറേഴ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് മറ്റുള്ള പല എക്സിസ്റ്റിംഗ് ട്രഡീഷൻസിനെയും ബീറ്റ് ചെയ്തില്ലേ, ഫോർമർ ഓർ ദ കണ്ടംപററി ട്രഡീഷൻസ്. അന്നും ഈ പറയുന്ന ഓസ്റ്റിയർ ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററും ട്രീറ്റ്മെൻറ്റും ഒക്കെ വരുന്ന പോയംസ് അന്നും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് റൊമാൻറ്റിക് ട്രഡീഷൻ എങ്ങനെയാണ് ഇത്രയും പച്ച പിടിച്ചത്? ഇൻ ദാറ്റ് റിഗാർഡ് ഒരിക്കലും ഈ രീതിയിൽ വേർഡ്സ്വർത്ത് പറയുക അല്ലെങ്കിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന രീതിയിലുള്ള മീൻനെസ്സോ പാരഡീസോ ഒന്നും അല്ല ഈ പോയംസ് എന്നാണ് പറയുന്നത്. They were not in the lower classes of the reading public. ഒരിക്കലും അല്ല. ചീഫ്ലി among young men of strong sensibility and meditative minds were among the admirers of Wordsworth poem. അപ്പോൾ ആരും ഒന്നും അറിയാത്ത വിഡ്ഢികളുടെ കൂട്ടമല്ല ഇത് അഡ്മയർ ചെയ്തത്. അത്രയും റീഡിങ് തോട്ട് ഇവോക്കിംഗ് ആയിട്ടുള്ള ഒരു യൂത്തൊക്കെയാണ് ഇതിൻ്റെ അഡ്മയറേഴ്സായിട്ട് വന്നത് എന്നാണ്. ആൻഡ് ബൈ ഇറ്റ്സ് റിലീജിയസ് fervor too. അപ്പോൾ ഇൻ്റലക്ച്വൽ എനർജി ഓഫ് ദി author more or less consciously felt, where it was outwardly and boisterously denied meeting with the sentiments of aversion to his opinions and of alarm at their consequences, produced an eddy of criticism. ഇവിടെയാണ് വേർഡ്സ്വർത്തിനെ വളരെ സ്ട്രോങ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതേ സമയത്ത് ഡിഫെൻഡ് ചെയ്യുന്നതിലൂടെ തന്നെ ശരിക്കും വേർഡ്സ്വർത്തിൻ്റെ ആർഗ്യുമെൻസിലുള്ള ഒരു ഇംപ്രാക്ടിക്കൽ സൈഡ് അല്ലെങ്കിൽ വേർഡ് ഒന്നും ഡീഡ് വേറൊന്നുമായി മാറിയ വേർഡ്സ്വർത്തിൻ്റെ പോയംസും ക്രിറ്റിസിസവും തമ്മിലുള്ള ഒരു തരത്തിൽ എന്താണ് ബ്രിങ്ങിങ് ടു ദ ഡേ ലൈറ്റാണ് ഈ പറയുന്ന പാരഗ്രാഫിൽ നടക്കുന്നത്. അതായത് വേർഡ്സ്വർത്ത് എന്താണ് പറഞ്ഞത്,
വളരെ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരുടെ ഓർഡിനറി ലൈഫിലുള്ള ഓർഡിനറി സ്പീച്ച് അതുപടി ഉപയോഗിക്കുക. അതായത് ലാംഗ്വേജ് റിയലി സ്പോക്കൺ ബൈ മെൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന മീൻനെസ് ഓഫ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അംഗീകരിക്കും. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. വേർഡ്സ്വർത്ത് അതൊക്കെ പറഞ്ഞ് അവരുടെ ക്രിറ്റിസിസത്തിലും ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മൾ പറയുന്ന രീതിയിൽ, അതായത് ഒരു റിയൽ ലൈഫ് അല്ലെ റിയൽ ഹ്യൂമൻ ബീങ്സ്, അതുകൊണ്ട് തന്നെ ആ ലാംഗ്വേജ് സ്പോക്കൺ ബൈ റിയൽ ലൈഫ് ഹ്യൂമൻ ബീങ്സ് അതിന് കൂടുതൽ ജെനുവിനിറ്റിയും അതിന് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതെന്താണ്? എഴുതിയ പോയംസ് ഏതെടുത്ത് പകുതിയിലധികം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അതൊക്കെ വളരെ കണ്ടംപ്ലേറ്റീവായിട്ടും വളരെ വളരെ ഇൻറ്റൻഷനലി പഠിച്ച് എഴുതിയ അല്ലെ തോട്ട്ഫുള്ളായിട്ട് എഴുതിയതാണെന്ന് മനസ്സിലാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എഡ്ഡി ഓഫ് ക്രിറ്റിസിസം അവിടെ എന്താണ്? എറോണിയസ് ഇൻ പ്രിൻസിപ്പിൾ ആൻഡ് ആസ് കോൺട്രറി ടു അതർ പാർട്സ് ഓഫ് ദ സെയിം പ്രിഫേഴ്സ് ആൻഡ് ടു ദ ഓഥേഴ്സ് ഓൺ പ്രാക്ടീസ് ഇൻ ദ ഗ്രേറ്റർ നമ്പർ ഓഫ് ദി പോംസ് ദംസെൽസ്. അതാണ്. അപ്പം ഈ ഈവൺ അബൌട്ട് ദി സോളിറ്ററി റീപ്പർ പറയുന്ന പല വേർഡ്സ്വർത്തിൻ്റെ ഏത് പോയം എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ പല ഭാഗങ്ങളിലും ഒരിക്കലും ഒരു വളരെ കാഷ്വലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫ് സംസാരിക്കുന്ന ആൾക്കാരെ പഠിച്ച് അവർ പറയുന്ന അതേ ഭാഷ അല്ലെ അതേ രീതിയിൽ അവരെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പോയംസും അല്ല. വളരെ മോൾഡ് ചെയ്തെടുത്ത പോയംസ് തന്നെയാണെന്ന് കാണാൻ പറ്റും. ഇൻ ദാറ്റ് റിഗാർഡ് എന്ത് ചെയ്യുവാണ്? രണ്ട് തരത്തിലുള്ള നയം എടുക്കുകയാണ് വേർഡ്സ്വർത്ത് തൻ്റെ ലിറ്റററി ആർഗ്യുമെൻറ്റിൽ, അതായത് ക്രിറ്റിസിസത്തിൽ ഒരു നയവും അത് പ്രാക്ടിക്കലി പോയംസിൽ വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ ഈ പോയംസിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരാളാണ് അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയറ്റിക് കോമ്പോസിഷൻസ് അതിൽ തന്നെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കോൾറിഡ്ജ് ടു ഡിക്ലെയർ ഓൺ വാട്ട് പോയിൻറ്റ്സ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഏതൊക്കെ പോയിന്റിലാണ് I conclude with the opinions. I coincide with the opinions in the supported in the prefers and in what points I altogether differ. ഏതൊക്കെ ഇടങ്ങളിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുവെന്നും ഏതൊക്കെ ഇടങ്ങളിൽ ഞാൻ അതിനെ ഡിഫർ ചെയ്യുന്നുവെന്നും പോയിന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യേണ്ടത് നൗ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി എന്നാണ് കോൾറിഡ്ജ് പറയുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈ വ്യൂസ് ഓഫ് എ പോയം, അതാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് വ്യൂസ് ഓഫ് പോയം എന്നുള്ളത് വേർഡ്സ്വർത്ത് വളരെ ഇലോബറേറ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണോ എൻ്റേത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതൊക്കെ അല്ല എന്നുള്ളത് ഒബ്വിയസ്ലി നമുക്കത് ഏകദേശം ക്ലിയർ ആണ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് ഇപ്പോൾ ഇനി ഈ എസ്സേയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കൂടിയാണ്. അതായത് ഓഫ് പോയട്രി ഇറ്റ് സെൽഫ് ഇൻ കൈൻഡ് ആൻഡ് ഇൻ എസെൻസ്. അപ്പോൾ പോയവും പോയട്രിയും ആ വേർഡ്സ് തമ്മിൽ പോലും കോൾറിഡ്ജ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വരിക എന്നുള്ളതാണ് നമ്മൾ പാരഗ്രാഫ് 5 കാണാൻ പോകുന്നത്.